أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. സൂറത്തുൽ ഫലഖ് നമ്മൾ നേരത്തെ ഇബ്നു കസീറും അതുപോലെ തന്നെ തഫ്സീറു റാസി അവ രണ്ടും അതിൻ്റെ തഫ്സീർ ഈ സൂറത്തിൽ നോക്കിയിരുന്നു. ഇനി നമുക്ക് സൂറത്തുൽ ഖുർത്തുബി എന്ന് പരിശോധിക്കാം. അവ സൂറത്തുൽ ഫലഖ് വഹിയ മക്കിയത്തും ഫി കൗൽ ഹസനി വ ഇക്രിമത വ അത്വാഇൻ വ ജാബിരി. ഹസൻ അതുപോലെ തന്നെ ഇക്രിമ, അത്വാ, ജാബിർ റളിയല്ലാഹു അൻഹും എന്നിവരുടെ കൗല് പ്രകാരം അത് മക്കിയാണ്. മക്കി എന്ന് പറഞ്ഞാൽ എന്താ? നബിയുടെ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതാണെന്ന്. വ മദനിയത്തുൻ ഫി അഹദി കൗല ഇബ്നു അബ്ബാസിൻ വ ഖത്താദയുടെയും ഇബ്നു അബ്ബാസിൻ്റെയും രണ്ടാലൊരു കൗല് പ്രകാരം അത് മദനിയാണ്, അതായത് നബിയുടെ ഹിജ്റക്ക് ശേഷം ഇറങ്ങിയതാണ്. വഹിയ ഖംസു ആയാത്തിൻ, അത് 5 ആയത്താണ്. വഹാദി സൂറത്തു വ സൂറത്തുൻ നാസി വൽ ഇഖ്ലാസി തഅവദ ബിഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന സഹറത്തുഹുൽ യഹൂദ് അലാമാ യഅതി. നബിതങ്ങൾ ഈ സൂറത്തും സൂറത്തുൻ നാസും സൂറത്തുൽ ഇഖ്ലാസും ഇവകൾ കൊണ്ട് നബി കാവൽ ചോദിച്ചു നബിയെ യഹൂദികൾ സിഹർ ചെയ്ത സമയത്ത്. അലാമായ ശേഷം വരുന്നുണ്ട് ആ ചരിത്രം. വഖീല പറയപ്പെട്ടു, ഇന്നൽ മുഅവ്വിദത്തൈനി കാന യുഖാലു ലഹുമൽ മുഖശ്ഖിശതാനി എന്ന് പറയപ്പെടും. അതായത് ഈ തുബിരിആനിമിൻ നിഫാഖ്, അത് രണ്ടും കപടതയിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് മനുഷ്യനെ. അപ്പോൾ ആ നിലക്ക് അങ്ങനെ ഒരു പേരുണ്ട്. ഒക്കെ തക്കദ്ദം, അത് മുന്തിപ്പോയിട്ടുണ്ട്. വസഅമ ഇബ്നു മസ്ഊദ് വാദിച്ചു അന്നഹുമാ ദുആഉൻ തഅബദ ബിഹി, അത് രണ്ടും ദുആ ആണ്, നബി അതുകൊണ്ട് കാവൽ ചോദിച്ച ദുആ ആണ്. വലൈസത്ത മിനൽ ഖുർആൻ, അത് ഖുർആനിൽ പെട്ടതല്ല എന്ന് ഇബ്നു മസ്ഊദ് വാദിച്ചു. ഖാലഫ ബിഹിൽ ഇജ്മാ മിനസ് സ്വഹാബത്തി വഅഹ്ലിൽ ബൈത്തി, അദ്ദേഹം സ്വഹാബത്തിൻ്റെയും അതുപോലെ തന്നെ അഹ്ലുൽ ബൈത്തിൻ്റെ ഇജ്മാഇനോട് ഈ കൗല് കൊണ്ട് എതിരായിട്ടുണ്ട്. അദ്ദേഹം അവർക്ക് എതിരാണ്. വഖാല ഇബ്നു ഖുതൈബ, അപ്പോൾ ഇബ്നു ഖുതൈബ പറഞ്ഞത് ലം യക്തുബ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഫി മുസാഫിൽ മുഅവ്വിദത്തൈനി, ഇബ്നു മസ്ഊദ് അദ്ദേഹത്തിൻ്റെ മുസാഫിൽ മുഅവ്വിദത്തൈനി എഴുതിയിരുന്നില്ല. സൂറത്തുൽ ഫലഖും നാസും എഴുതിയിട്ടില്ല. കാരണം ലഅന്നഹു കാന ഇസ്മി റസൂലുള്ളാഹി യുഅവ്വിദുൽ ഹസന വൽ ഹുസൈന റളിയല്ലാഹു അൻഹുമാ ബിഹിമാ, അദ്ദേഹം നബിതങ്ങൾ ഹസൻ ഹുസൈൻ തങ്ങളെ ഇത് രണ്ടുകൊണ്ടും മന്ത്രിക്കുന്നതായിട്ടാണ് കേട്ടത്. അപ്പോൾ ഫഖദ്ദറ അന്നഹുമാ ബി മൻസിലത്തി, അപ്പോൾ അദ്ദേഹം കണക്കാക്കി ഈ 2 സൂറത്തും അത് ഏതിൻ്റെ സ്ഥാനത്താണ്? ഉഈദുകുമാ ബി കലിമാത്തില്ലാഹി താമ്മത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഉഈദുകുമാ ബി കലിമാത്തില്ലാഹി പോലോത്ത കാവൽ ചോദിക്കുന്നതിൻ്റെ സ്ഥാനത്താണ്. അതെന്തല്ല, അത് ഖുർആനല്ല എന്ന് അദ്ദേഹം ഭാവിച്ചു. അങ്ങനെ അദ്ദേഹം കണക്കാക്കിയെന്നാണ്. കാല അബൂബക്കർ അംബാരി പറഞ്ഞു, വഹാദ മർദൂദൻ ഇബ്നു ഖുതൈബ, ഇബ്നു ഖുതൈബ ഈ പറഞ്ഞ് തള്ളപ്പെടേണ്ടത്. കാരണം ലഅന്നൽ മുഅവ്വിദത്തൈനി മിൻ കലാമി റബ്ബിൽ ആലമീൻ അൽ മൂജിസിൽ ജമീൽ മഖ്ലൂഖിൻ, മുഅവ്വിദത്തൈനി എന്നുള്ളത് ലോകരക്ഷിതാവായ അള്ളാഹിൻ്റെ വചനമാണ്. മുഴുവൻ സൃഷ്ടികളെയും അശക്തതയിലാക്കുന്ന ലോകരക്ഷിതാവായ അള്ളാഹിൻ്റെ വചനമല്ലേ. വഈദുകുമാ ബി കലിമാത്തില്ലാഹി താമ്മത്തി എന്ന മീൻ കൗലിൽ ബശരി, മനുഷ്യ കൗലിൽപ്പെട്ടതാണ്. അത് അത് വ്യക്തമാണല്ലോ, മനുഷ്യ കൗലിൽപ്പെട്ടതാണെന്നുള്ളതും വ്യക്തമാണ്. വ കലാമുൽ ഖാലിഖ് ലദീ ഹു ആയത്തുൻ ലി മുഹമ്മദിൻ ഖാതിമിൻ നബിയ്യിൻ വ ഹുജ്ജത്തുൻ ലഹു ബാഖിയത്തുൻ അലാ ജമീൽ കാഫിരീൻ, മുഹമ്മദ് നബിക്ക് ദൃഷ്ടാന്തമാകുന്ന അള്ളാഹുവിൻ്റെ വചനം നബിതങ്ങൾ മുഴുവൻ കാഫിരീങ്ങൾക്കും ശേഷിക്കുന്ന നബിതങ്ങൾക്കുള്ള തെളിവ്. അത് ലാ യൽതബിസു ബി കലാമിൽ ആദമീന, മനുഷ്യരുടെ കലാമിനോട് അത് തിരിച്ചറിയാതെ വരൂല. അലാ മിസ്ലി അബ്ദുല്ലാ, പ്രത്യേകിച്ച് അലാ മിസ്ലി അബ്ദുല്ലാ ബിൻ മസൂദിൻ ഫസീൽ ലിസാനി അൽ ആലിമി ബിൽ ലുഗ അൽ ആരിഫി ബി അജ്നാസിൽ കലാം വഅഫാനിൽ ഖൗൽ, പ്രത്യേകിച്ച് ഇബ്നു മസൂദിനെ പോലത്തവർ. കാരണം സ്പഷ്ടമായ ഭാഷാ കഴിവും അറിവുമുള്ള ഭാഷാ അറിവും വാക്യങ്ങളുടെ വിവിധങ്ങൾ അറിയുന്ന, ഖൗലിൻ്റെ വിവിധ ഫന്നുകൾ അറിയുന്ന ഇബ്നു മസൂദിന് ഇത് തിരിച്ചറിയാതെ വരികയില്ല. വഖാല ബഅദുൻ നാസി, ചിലർ പറഞ്ഞത് ലം യക്തുബ്
അബ്ദുള്ള എന്നവർ എഴുതിയില്ല. അൽ മുഅവ്വിദത്തൈനിയെ എഴുതിയില്ല, അദ്ദേഹം മുസാഫിൽ എഴുതാത്തത്. ലിഅന്നഹു അമിന അലൈഹിമാ മിനൻ നിസ്യാനി, മറവിയിൽ നിന്ന് നിർഭയത്വമുള്ളതിന് വേണ്ടിയിട്ടാണ്. മറക്കൂല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഫാസ്ഖത്തഹുമ വഹു യഹ്ഫളുഹുമ, അങ്ങനെ അതിനെ കളഞ്ഞു. വഹു യഹ്ഫളുഹുമ, അദ്ദേഹം അത് രണ്ടിനെ ഇഫ്ലാക്കിയതാണ്. കമാസ്ഖത്തൽ ഫാത്തിഹത്തുൽ കിതാബിൻ മുസാഫി, മുസാഫിൽ നിന്ന് ഫാത്തിഹത്തുൽ കിതാബിനെയും അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. വമാ യുശക്കു ഫി ഇഫ്ലിഹി വൈതഖാനിഹി ലഹ, ഫറദ്ദ ഹാദൽ ഖൗല അലാ ഖായിലിഹി, ഈ പറഞ്ഞ ആളുടെ മേൽ എന്താണ് മറുപടി എന്താണ്? വഹ്തജ്ജ അലൈഹി ബി അന്നഹു ഖദ് കതബ, അദ്ദേഹത്തിന് എതിരെ തെളിവെന്താ? എന്താണ്? ബി അന്നഹു കതബ, ഇബ്നു മസ്ഊദ് എഴുതിയിട്ടുണ്ടല്ലോ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹും വ ഇനാകൽ കൗസർ ഖുൽ ഹുവല്ലാഹു അഹദ്, അതൊക്കെ മുസാഫിൽ എഴുതിയിട്ടുണ്ട്. വഹുന്ന യജ്രീന മജ്റാൽ മുഅവ്വിദത്തൈനി ഫി അന്നഹുന്ന ഗൈറു തിവാലിൻ, അവകളാകട്ടെ മുഅവ്വിദത്തൈനിൻ്റെ സ്ഥാനത്ത് തന്നെയല്ലേ, കാരണം അതൊന്നും വലിയ ദീർഘമായ സൂറത്തുകളല്ലല്ലോ. വലിഫ്ലു ഇലൈഹിൻ അസ്റഉ, അവകളും ഇഫ്ലാഖിൽ എളുപ്പമല്ലേ. വലിയസിയാനുഹുന്ന മഅ്മൂനൻ, അവകൾ മറക്കൽ നിർഭയത്തുള്ളതല്ലേ. വകുല്ലുഹുന്ന യുഖാലിഫു ഫാത്തിഹത്തുൽ കിതാബ്, ഇവകൾ മുഴുവനും ഫാത്തിഹയ്ക്ക് എതിരാണ്. കാരണം ഫാത്തിഹ മറക്കൂല, കാരണം ഇത് സ്വലാത്തുൽ ലാ തത്തിമു ഇല്ലാ ബി ഖിറാഅത്തിഹ, അത് ഓതാതെ നിസ്കാരം പൂർത്തിയാകൂല. വസബീലു കുല്ലി റക്അത്തിൻ അൻ തകൂനൽ മുഖദ്ദിമത്തു ഫിഹാ ഖബ്ല അൻ യുഖ്റഅ മിൻ ബാദിഹാ, ശേഷമുള്ള സൂറത്ത് ഓതുന്നതിന് മുമ്പ് അതിന് മുഖദ്ദിമയായിട്ട് ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതേണ്ടതല്ലേ. അപ്പോൾ ഫൈസ്കാത്തുൽ ഫാത്തിഹത്തുൽ കിതാബിൻ മുസാഫി, അപ്പോൾ ഫൈസ്കാത്തുൽ ഫാത്തിഹത്തുൽ കിതാബി മിനൽ മുസഹഫി, മുസാഫിൽ നിന്ന് ഫാത്തിഹ ഒഴിവാക്കൽ അലാമാന സിഖത്തി, അത് ഉറപ്പുണ്ട്. ബി ബക്കാ ഇഫ്ൽ, അതിൻ്റെ ഇഫ്ൽ ബാക്കിയാണെന്ന് ഉറപ്പുള്ളതിൻ്റെ മേലാണ്. വൽ അംനി മിൻ നിസ്യാനിഹ, അതുപോലെ തന്നെ അത് മറക്കൽ നിർഭയത്വമുണ്ട് എന്നതിൻ്റെ മേൽ, എന്നത് ഉറച്ചതിൻ്റെ മേലാണെന്നുള്ളത് അത് സഹിഹാണ്. വലൈസ മിന സുവരി മാ യജ്രി ഫി ഹാദൽ മാന മജ്റഹ, സൂറത്തുകൾ ഈ പറഞ്ഞതില്ല, ഈ പറഞ്ഞ സ്ഥാനത്തല്ല സൂറത്തുകൾ. വലാ യശ്രികു ബിഹി തരീഖഹ, അതിൻ്റെ മാർഗത്തിൽ അത് കടക്കൂല. വഖദ് മള ഹാദൽ മാന ഫി സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിൽ ഈ ഇതുപോലെ ഇതിൻ്റെ ഈ മാന മുൻപ് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഫീഹി തിസ്ഉ മസായില, ഈ പറഞ്ഞതിൽ 9 മസാലകളുണ്ട്. അൽ ഊല, ഒന്നാമത്തേത് റവൻ നസായിയു അൻ ഉഖബത്ത് ബിൻ ആമിർ, ഉഖബത്ത് ബിൻ ആമിറിനെ തൊട്ട് നസായി റിവായത്ത് ചെയ്തു. ഖാല, അത് ഉഖബത്ത് ബിൻ ആമിർ പറയാണ്, അത്തൈതു നബിയ വഹു റാക്കിബൻ, നബി വാഹനപ്പുറത്തായിരിക്കെ ഞാൻ നബിയുടെ അടുത്ത് ചെന്നു. ഫവളഅതു യദി അലാ ഖദമി, നബിയുടെ കാൽപാദത്തിൽ എൻ്റെ കൈ വെച്ചു. ഫഖുൽതു, എന്നിട്ട് ഞാൻ നബിയോട് പറഞ്ഞു, അഖ്രിഇനി സൂറത്ത ഹൂദിൻ വഅഖ്രിഇനി സൂറത്ത യൂസുഫ്, സൂറത്ത് യൂസുഫും സൂറത്ത് ഹൂദും എനിക്ക് അങ്ങ് ഓതിത്തരുക. ഫഖാലലി, അപ്പോൾ നബി എന്നോട് പറഞ്ഞു, വലൻ തഖ്റ ഷൈഅൻ അബ്ലഗ ഇൻദല്ലാഹി മിൻ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും അബ്ലഗായിട്ട് നീ ഓതിയിട്ടില്ല ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖിനേക്കാൾ. അണ്ട് അത് എനിക്ക് പഠിപ്പിച്ചു തന്നു അല്ലേ. വൻഹു ഖാല, അദ്ദേഹത്തെ തൊട്ട് ഖാല, അദ്ദേഹം തന്നെ പറയണം, ബൈനാന അസീറു മാൻ നബി ബൈന ജുഹ്ഫ വൽ അബവായി, ജൂഫയുടെയും അബവായിൻ്റെ ഇടയിലൂടെ നബിയുടെ കൂടെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ, ഇത് വശത്തിന രീഹൻ മുദ്ലിമ ഷദീദത്തൻ, ഞങ്ങൾക്ക് ശക്തിയായ ഇരുട്ട്, ഒരു കാറ്റ് ഞങ്ങളെ പൊതിഞ്ഞു, ശക്തിയായ ഒരു കാറ്റ്, ഇരുട്ടുള്ള ഒരു കാറ്റ് അല്ലേ. ഫജഅല റസൂലുള്ളാഹി യതഅവദു ബി അഊദു ബി റബ്ബിൽ ഫലഖ് വ അഊദു ബി റബ്ബിൻ നാസ്, അപ്പോൾ നബി തങ്ങൾ കാവൽ ചോദിച്ചു ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖും സൂറത്തു നാസും കൊണ്ടിട്ട്. വയഖൂൽ, നബി പറഞ്ഞു, യാ ഉഖബ തഅവദ് ബിഹിമാ ഫമാ തഅവദ മുതഅവ്വിദൻ ബിമിസ്ലിഹാ, ഓ ഉഖബ, ഇത് രണ്ടും കൊണ്ട് നീ കാവൽ ചോദിക്കുക. ഫമാ തഅവദ മുതഅവ്വിദൻ ബിമിസ്ലിഹാ, ഇതുപോലത്തത് കൊണ്ട് കാവൽ ചോദിക്കുന്ന ഒരാളും കാവൽ ചോദിച്ചിട്ടില്ല. ഖാല, അദ്ദേഹം പറയുക, സമീഅതു യഖ്റഉ ബിഹിമാ ഫി സ്വലാത്തി, ഉഖബത്ത് ബിൻ ആമിർ അല്ലേ, ഉഖബത്ത് ബിൻ ആമിർ എന്നവർ പറയുന്നു, നബി തങ്ങൾ ഖുർആൻ ആ 2 സൂറത്തും നിസ്കാരത്തിൽ ഓതുന്നതായിട്ട് നബി ഞാൻ കേട്ടിട്ടുണ്ട്.
വറവൻ നസായി അൻ അബ്ദുല്ല എന്നൊരു തൊട്ട് നസായി റിവായത്ത് ചെയ്തു അസാബന ത്വഷൻ വൽ ഉൽമ, ഞങ്ങൾക്കൊരു മഴയും ഒരു ഇരുട്ടും ഞങ്ങളെ ചെറിയ മഴ എന്നല്ലേ ഞങ്ങൾക്ക് എത്തി. ഫന്തളർന റസൂലുള്ളാഹി യഖ്റുജു, അപ്പോൾ നബി തങ്ങൾ പുറപ്പെടുന്നതിനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, നബിയെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സുമ്മ ദക്കറ കലാമൻ, പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു കലാം, അതിൻ്റെ മാന എന്താ? ഫഖറജ റസൂലുള്ളാഹ്, അപ്പോൾ നബി പുറപ്പെട്ടു ലിയുസല്ലിയ ബിനാ, ഞങ്ങളെ കൊണ്ട് നിസ്കരിക്കാം. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു ഖുൽ, നീ പറയുക. ഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു മാ ഖുൽ, ഞാൻ എന്താ പറയുക? ഖാല ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദത്തൈനി ഹീന തുംസി വ ഹീന തുസ്ബിഹു സലാസ, നീ രാവിലെയും വൈകുന്നേരവും 3 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും പറയുക. എന്നാൽ യക്ഫിക്ക നിനക്ക് മതിയാകും, കുല്ലു ഷൈൻ എല്ലാ വസ്തുവിനും അത് മതിയാകും. വാൻ ഉഖ്ബത്ത് ബിൻ ആമിറിൽ ജുഹനിയെ തൊട്ടുണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു ഖാലലി റസൂലുള്ളാഹ്, എന്നോട് റസൂലുള്ള പറഞ്ഞു ഖുൽ, നീ പറയുക. ഖുൽതു, ഞാൻ ചോദിച്ചു മാ ഖുൽ, ഞാൻ എന്താ പറയുക? ഖാല, നബി പറഞ്ഞു ഖുൽ ഹുവല്ലാഹു അഹദ് വ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് വ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്തിനെ നീ ഓതുക. ഫഖറഅഹുന്ന റസൂലുള്ളാഹ്, അപ്പോൾ റസൂലുള്ളാഹ് അതിനെ ഓതി. സുമ്മ ഖാല, പിന്നെ നബി പറഞ്ഞത് ലം യതഅബ്ബദിൻ നാസ് ബിമിസ്ലിഹിന്ന, ഇതുപോലത്തത് കൊണ്ട് ജനങ്ങൾ കാവൽ ചോദിച്ചിട്ടില്ല. ഐ ലാ യതഅബ്ബദുൻ നാസ് ബിമിസ്ലിഹിന്ന, ഇവകൾ പോലത്തത് കൊണ്ട് ജനങ്ങൾ കാവൽ ചോദിക്കുകയില്ല. എന്നുവെച്ചാൽ ഇതുപോലത്തെ ശ്രേഷ്ഠമായതുകൊണ്ട് വേറെ ഒന്നുമില്ല കാവൽ ചോദിക്കുകയാണെന്നാണ്. വഫി ഹദീസ് ഇബ്നു അബ്ബാസിൻ്റെ ഹദീസിലുണ്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഹാത്തൈനി സൂറത്തൈനി, ഈ 2 സൂറത്തുകളെന്ന്. വഫി സഹീൽ ബുഖാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് അൻ ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് അന്നൻ നബിയ കാന ഇദസ്തക, നബിതങ്ങൾ ഇദസ്തക, നബിതങ്ങൾക്ക് എന്തെങ്കിലും രോഗം ബാധിച്ചാൽ ഖറഅല നഫ്സിഹി ബിൽ മുഅവ്വിദത്തൈനി നബി ഓതും, വയംഫുസു കണ്ട് ഊതുകയും ചെയ്യും. കുല്ലമസ്തദ്ദ വജുഹു കുന്തു അഖ്റഉ അലൈഹി, നബിക്ക് രോഗം വേദന ശക്തിയാകുമ്പോൾ നബിയുടെ മേൽ ഞാൻ ഓതും. അണ്ട് വംസൗ അൻഹു ബിയദിഹി, നബിയുടെ കൈ കൊണ്ട് നബിയുടെ ശരീരം തടവും. അത് റജാ ബറക്കത്തിയ, നബിയുടെ കൈയിൻ്റെ ബറക്കത്ത് ഉദ്ദേശിച്ചിട്ട്. അൻ നഫ്സു എന്ന് പറഞ്ഞാൽ നഫ്ഹു ലൈസ മാഹു റീഖുൻ, ഊതലിനാണ് നഫ്സ് എന്ന് പറയുക. അതായത് ലൈസ മാഹു റീഖുൻ, അതിൻ്റെ കൂടെ തുപ്പുനീരില്ല, തുപ്പുനീര് കൂട്ടാതെ ഊതുന്നതിനാണ് നഫ്സ് എന്ന് പറയുക. അസാനിയത്തിന് 2ാമത്തെ മസല സബത ഫി സഹീഹൈനി മിൻ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ നിന്ന് സഹീഹൈനിൽ സ്ഥിരപ്പെട്ടു. എന്താണ്? അന്നൻ നബിതങ്ങൾ സഹറഹു യഹൂദിയൻ, നബിതങ്ങളെ ഒരു യഹൂദി മിൻ യഹൂദി ബനൂ സുറൈഖികളിൽപ്പെട്ട ഒരു യഹൂദി നബിയെ സിഹർ ചെയ്തു. യുഖാലു ലഹു ലബീദ് ബിനുൽ അസ്സം, അദ്ദേഹത്തിന് ലബീദ് ബിനുൽ അസ്സം എന്ന പറയപ്പെടാം. ലബീദ് ബിനുൽ അസ്സം എന്ന പേരുള്ള ഒരു യഹൂദി. ഹത്താ യുഖയ്യലു ഇലൈഹി, അങ്ങനെ നബിയിലേക്ക് തോന്നിപ്പിക്കപ്പെട്ടു. അന്നഹു കാന യഫലു ഷൈഅ വലാ യഫലു, നബി ഒരു കാര്യം ചെയ്തു എന്ന്, വലാ യഫലു നബി ഒന്നും ചെയ്തിട്ടില്ല. ഫമക്കസ കദാലിക മാഷാ അല്ലാഹു യംകുസ ഫി ഗൈരി സ്വഹീഹി സനത്തൻ, അങ്ങനെ നബി 1 വർഷക്കാലം അങ്ങനെ താമസിച്ചു അള്ളാഹ് ഉദ്ദേശിച്ച പ്രകാരം. സുമ്മ ഖാല, പിന്നെ നബി പറഞ്ഞു യാ ആയിഷ ഉഷ്ഇർതു, ഓ ആയിഷ, എനിക്ക് അറിയിക്കപ്പെട്ടു അന്നല്ലാഹു അഫ്താനി ഫീമസ് ഇസ്തഫൈതുഹു മിഫി, നബിയോട് അള്ളാഹിനോട് ഞാൻ ചോദിച്ചതിൽ അള്ളാഹ് എനിക്ക് മറുപടി തന്നു. അത്താനി മലക്കാനി, എനിക്ക് 2 മലക്ക് വന്ന്. അങ്ങനെ പല ജലസാഹുദുമാ ഇന്ദ റഹസി, ഒരാളെൻ്റെ തലഭാഗത്തും വൽ ആഖിർ ഇന്ദ റിജ്ലി, ഒരാളെൻ്റെ കാൽഭാഗത്തും ഇരുന്നു. ഫഖാലല്ലദി ഇന്ദ റഹസി ലില്ലദി ഇന്ദ റിജ്ലി, തലഭാഗത്തിരുന്ന ആൾ കാൽഭാഗത്തിരുന്ന ആളോട് പറഞ്ഞു മാ ഷഅനുർ റജുൽ, ഈ മനുഷ്യൻ എന്തു പറ്റി? ഖാല മത്ബൂബൻ, അദ്ദേഹത്തിന് സിഹർ ബാധിതനാണ്. ഖാല, ആ മലക്ക് ചോദിച്ചു വമൻ തബ്ബഹു, തലഭാഗത്തിരുന്ന മലക്ക് ചോദിക്കണം വമൻ തബ്ബു, അദ്ദേഹത്തെ ആരാ സിഹർ ചെയ്തത്? ഖാല ലബീദുൽ ആസമാണ്, ലബീദു ബിനുൽ ആസമാണ് എന്ന് കാൽഭാഗത്തിരിക്കുന്ന മലക്ക് പറഞ്ഞു. ഖാല ഫീമാദ, എന്ത് വസ്തുവില ചെയ്തത്? ഖാല ഫീ മുസ്തിം വ മുസ്വാത്വത്തിൻ, മുസ്തിലും, മുസ്തെന്ന് പറഞ്ഞാൽ എന്താ? ചീർപ്പില്ലേ, ചീർപ്പ്. അതുപോലെ തന്നെ മുഷാത്തത്ത് എന്ന് പറഞ്ഞാൽ മുഷാത്തത്ത് കുലയുടെ മൂടിയില്ലേ, കുലക്കുണ്ടാകണ മൂടി ഉണ്ടാവുമല്ലോ, പോള വജുഫി ത്വൽഅത്തിൻ മുഷാത്തത്ത്, മുസ്തിലും മുഷാത്തത്തിലുമാണ്.
അതുപോലെ തന്നെ ജുഫ് തൊൽഅത്തിൻ ദക്കരിൻ, അതായത് ചീർപ്പിൽ നിന്ന് വേർപെട്ട അതിൻ്റെ പല്ലുണ്ടല്ലോ, അതുതന്നെ കൊഴിഞ്ഞു വീണ മുടി അവകളിലായിട്ടാണ്. അതുപോലെ ജുഫി തൊൽഅത്തിൻ ദക്കരിൻ, പുരുഷ കുലയുടെ പാളയിലും. അത് തഹത്ത റഊഫത്തിന് താഴെ ഫി ബിഇരി ദി അർവാൻ, ദി അർവാൻ എന്ന ബിഇരിൽ, അത് റഊഫത്തിൻ്റെ താഴെയായിട്ട്. ഫജാ അൽ ബിഇറ, അപ്പോൾ അതായത് ഈ പറഞ്ഞ അത് പിന്നെ പറയുക ചരിത്രം. ദി അർവാൻ കിണറ്റിൽ റഊഫത്തിൻ്റെ താഴെയായിട്ട് ആ കിണറ്റിൽ എന്ത് ചെയ്തു, നബി തങ്ങളുടെ ഇതൊക്കെ ശേഖരിച്ചിട്ട് ഒരു പാറയുടെ ചോട്ടിലായിട്ട് വെച്ചു എന്നാണ്. അപ്പോൾ ജാ അൽ ബിറ വസ്തഖ്റജ്, അങ്ങനെ നബി കിണറിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിനെ പുറത്തെടുത്തു. ഇൻതഹ സഹീഹു, ഈ പറഞ്ഞ ഹദീസ് കഴിഞ്ഞു. ഇനി ഖാല ഇബ്നു അബ്ബാസ് പറയും, അമാ ഷർത്ത് യാ ആയിഷ, നിനക്കറിയോ ആയിഷ, അന്നല്ലാഹു തആല അഖ്ബറനി ബിദായി, എൻ്റെ രോഗത്തെപ്പറ്റി അള്ളാഹ് എനിക്ക് വർത്തമാനം പറഞ്ഞു തന്നു, എനിക്ക് വാർത്ത അറിയിച്ചു. സുമവാസാരിയും, പിന്നെ നബി അലിയങ്ങളെ അയച്ചു, സുബൈറിനെയും അമ്മാർ ഇബ്നു യാസിറിനെയും. ഫനസഹു മാ തിൽക്കൽ ബീരി, അവരാ കിണറ്റിലെ വെള്ളം കോരി. കന്നഹു നുഖാത്തുൽ ഹിന്നാ, അതാണെങ്കിലോ നുഖാത്തുൽ ഹിന്നാ പോലെയുണ്ട്. ഹിന്നാ അതായത് ആ കിണറ്റിലെ വെള്ളം മൈലാഞ്ചി കലക്കിയ വെള്ളം പോലെ ആയിരിക്കും. സുമ റഫൗ സഹറത്ത, പിന്നെ നേരത്തെ പറഞ്ഞ അവർ ആ പാറയെ ഉയർത്തി. വഹിയർ റാഊഫത്തു, അതാണ് റാഊഫത്ത് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ, റാഊഫത്താണ്, അതാണ് സഹറത്തും തുത്രക്കു അസ്ഫലൽ ബീരി യഖൂമു അലൈഹൽ മായുഹു. ആ വെള്ളം കോരുന്നവൻ അതിൻ്റെ മേൽ നിൽക്കും. അത് കിണറിൻ്റെ ചോട്ടിൽ ഉപയോഗിക്കപ്പെടുന്ന പാറക്കാണ് റാഊഫത്ത് എന്ന് പറയാം. യഖൂമു അലൈഹൽ മായുഹു അല്ലേ, ആ പാറയുടെ ചോട്ടിലാണ് അവർ വെച്ചത്. വാഹ്റജുൽ ജുഫ, അവരങ്ങനെ ആ പവളയെ പുറത്തെടുത്ത്. ഫൈദാൻ മുഷാത്തത്ത് റായസി ഇൻസാന്, മുഷാത്തത്ത് പറഞ്ഞാൽ എന്താ, ഒരു മനുഷ്യൻ്റെ തലമുടിയുണ്ട് അതിൽ. വാസ്നാനും ഫി മുസ്തിൻ, ചീർപ്പിൻ്റെ പല്ലുകളും ഉണ്ട്. വൈദൻ അന്നേരം വത്തറൻ മാക്കൂതൻ, ഒരു നൂലുണ്ട് മാക്കൂതൻ, അത് കെട്ടിട്ടേക്കാണ്. ഫീഹി, അതിലുണ്ട് ഇഹ്ദാശറ ഉഖദത്തൻ, 11 കെട്ടുണ്ട്. മുഖറത്തൻ ബിൽ ഇബിരി, അത് സൂചി കൊണ്ട് കുത്തപ്പെട്ട് അത് അടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനത്തെ 11 കെട്ടുള്ളൊരു നൂലും. ഫഅൻസലല്ലാഹു തആല ഹാതൈനി, അപ്പോഴാണ് അള്ളാഹ് ഈ സൂറത്തിനെ ഇറക്കിയത്. വഹുമ ഇഹ്ദാശറ ആയത്തൻ, അതാണെങ്കിൽ 11 ആയത്തുണ്ട്. അല അതദി തിൽക്കൽ ഉഖദി, ആ എണ്ണത്തിൻ്റെ കണക്കനുസരിച്ച്. വാ മറായു താബദ ബിഹിമ, അപ്പോൾ നബിയോട് അള്ളാഹ് കൽപ്പിച്ചു ഇത് രണ്ടുകൊണ്ടും കാവൽ ചോദിക്കാൻ. ബജാല കുല്ലമാ കറ ആയത്തൻ, ഓരോ ആയത്ത് ഓതുമ്പോൾ ഇൻഹല്ലത്ത് ഉഖദ്, ഓരോ കെട്ടഴിയും. വജദ നബി ഖിഫത്തൻ, അങ്ങനെ നബിക്ക് എളുപ്പമെത്തി, രോഗം മാറി. ഹത്തൻ ഹല്ലത്തിൽ ഉഖദുൽ അഖീറു, അങ്ങനെ അവസാനത്തെ കെട്ട് അഴിയുന്നത് വരെ. ഫകഅന്നമാ നബി ഉൻഷിത മിൻ ഇഖാലിൻ, ബന്ധനത്തിൽ നിന്ന് ഉന്മേഷമായ പോലെയായി. ഖാല ലൈസ ബിഹി ബാസൻ, നബി പറഞ്ഞു ലൈസ ബിഹി ബാസൻ. വജഅല ജിബ്രീൽ യർഖി റസൂലുള്ളാഹി ഫയഖൂൽ ബിസ്മില്ലാഹി റുഖീക മിൻ കുല്ലി ഷൈഇൻ യൂദീക മിൻ ശർരി ഹാസിദിൻ വഅയ്നിൻ അല്ലാഹു യശ്ഫീക. ജിബ്രീൽ നബിയെ മന്ത്രിച്ചിരുന്നു, ഇങ്ങനെ പറഞ്ഞു, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യൂദീക മിൻ ശർരി ഹാസിദിൻ വഅയ്നിൻ അല്ലാഹു യശ്ഫീക. ഫഖാലു, അപ്പോൾ അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ, അലാ നഖ്തുലുൽ ഖബീസ, ആ ഹബീസിനെ
ആ മ്ലേച്ഛനായ മനുഷ്യനെ ഞങ്ങൾ കൊല്ലട്ടെ. ഫഖാൽ നബി പറഞ്ഞു, അമ്മ അന ഫഖദ് ഷഫാനുള്ള, എനിക്കല്ല രോഗം മാറ്റി തന്നില്ലേ, ശിഫ നൽകി. അക്രവൻ ഉസീറ അലന്നാസി ഷർറ, ജനങ്ങളുടെ മേൽ ഷെറിനെ ഉണ്ടാക്കലിനെ ഞാൻ വെറുക്കുന്നു എന്ന് നബി പറഞ്ഞു. വദക്കറൽ കുശൈരി പറയാണ് ഫി തഫ്സീരി, അദ്ദേഹം തഫ്സീർ, അന്നഹു വറദ ഫി സിഹായി, സിഹായിൽ വന്നിട്ടുണ്ട്. എന്താ വന്നത്? അന്ന ഗുലാമം മിനൽ യഹൂദി, യഹൂദികളിൽപ്പെട്ട ഒരു കുട്ടി, കാന യഹുദുമുൻ നബിയ, നബിക്ക് അദ്ദേഹം സേവനം ചെയ്യാറുണ്ടായിരുന്നു. ഫദസത്ത് ഇലൈഹിൽ യഹൂദു, അപ്പോൾ യഹൂദികൾ അദ്ദേഹത്തിലേക്ക് എന്ത് ചെയ്തു? വലം യസാഹു ബിഹി ഹത്ത അഹദ മുഷാത്തത്ത റാസിൻ നബി, അദ്ദേഹത്തെ സമീപിച്ചിട്ട് എന്ത് ചെയ്തു? വലം യസാലു ബിഹി ഹത്ത അഹദ മുഷാത്തത്ത റാസിൻ, നബി തങ്ങളുടെ മുഷാത്തത്തിന്, നബിയുടെ മുടിയെ എടുക്കാൻ കൽപ്പിച്ചു അല്ലേ. വൽ മുഷാത്തത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുഷാത്തത്ത് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ബിലൊമിൽ മീമി മായസ്ഖുത്ത് മിന ശൈരി ഇന്ദൽ മസ്തി, നമ്മൾ ഈരുന്ന സമയത്ത് മുടിയിൽ നിന്ന് താഴെ വീഴുന്നതിനാ മുഷാത്തത്ത് എന്ന് പറയുക. വഅഖദ ഇദ്ദത മിൻ അസ്നാനി മുസ്തിഹി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചീർപ്പിൻ്റെ പല്ലുകളിൽ നിന്ന് ചില പല്ലുകൾ, അടർന്നു വീണ പല്ലുകളുണ്ടല്ലോ, ചീപ്പിൻ്റെ പല്ലുകളും എടുക്കാൻ പറഞ്ഞു. ഫാത്താഹൽ യഹൂദ്, അങ്ങനെ യഹൂദിക്ക് ആ കുട്ടി അതിനെ എടുത്ത് നൽകിയെന്ന. ഫസഹറൂഫിഹ, അവർ അതിലാണ് നബിയെ സിഹർ ചെയ്തത്. കാനല്ലതി തവല്ല താലിക്ക് ലബീദുൽ ആസമിൽ യഹൂദി, ഇതിനവരെ ഏൽപ്പിച്ചത് ലബീദുൽ ആസമിനാണ് ഏൽപ്പിച്ചത്, ലബീദുൽ ആസമിനാണ് ഏൽപ്പിച്ചത്. വദക്കറ നഹു മാ തഖദ്ദമ ഇബ്നു അബ്ബാസിൻ, അദ്ദേഹം പറഞ്ഞു മാ തഖദ്ദമ, ഇബ്നു അബ്ബാസിൽ നിന്ന് മുന്തിപ്പോയതിനെ അദ്ദേഹം പറഞ്ഞു. ആര്? കുശൈരി. ആ ബാക്കിയുള്ളത് അതുപോലെ തന്നെ. ഇനി അസ്സാലിസത്ത്, മൂന്നാമത്തെ എന്താണ് മസ്അല? തഖദ്ദമ ഫിൽ ബഖറത്തി അൽ ഖൗലു ഫി സിഹ്രി വ ഹഖീഖത്തി, സിഹറിൻ്റെയും അതിൻ്റെ ഹക്കീക്കത്തിൻ്റെയും കൗല് ബഖറയിൽ മുന്തിപ്പോയിട്ടുണ്ട്. വമാ യൻഷഉ അൻഹു മിനൽ ആലാമി വൽ മഫാസി വ ഹുക്മി സാഹിരി ഫല മഅന ലി ഇആദത്തിഹി, അതുമൂലം ഉണ്ടാകുന്ന വേദനകളും അതുപോലെ ഉണ്ടാകുന്ന ആപത്തുകളും അതുപോലെ തന്നെ സിഹർ ചെയ്തവൻ്റെ വിധിയും അതൊന്നും ഇനി ഇവിടെ മടക്കി പറയുന്നില്ല എന്നാണ് പറയുന്നത്. അറാബിയത്, നാലാമത് ഖൗലു തആല അൽ ഫലഖ്, ഫലക്ക് ഉഖ്തുലിഫ ഫീ, ഫലക്ക് എന്ന അർത്ഥം എന്താ? ഖുൽ അഊദു ബി റബ്ബിൽ ഫലക്കിലെ ഫലക്കിൻ്റെ അർത്ഥം എന്താ? ഫഖീല സിജ്നുൻ മിൻ ജഹന്നമ, പറയപ്പെട്ടു സിജിന് എന്നാണ് അതിൻ്റെ അർത്ഥം. ജഹന്നമിൽപ്പെട്ട ഒരു സിജിനാണ്. സിജിന് ജയിൽ എന്നൊക്കെ പറയൂലേ. ഖാല ഇബ്നു അബ്ബാസ് അതിനെ പറഞ്ഞിട്ടുണ്ട്. ഖാല ഉബയ്യ് ഇബ്നു കഅബ് പറഞ്ഞു ബൈത്തൻ ഫി ജഹന്നം, അത് ജഹന്നമ നരകത്തിലുള്ളൊരു വീടാണ്. ഇദാ ഫുത്തിഹ സാഹ, അത് തുറന്നാൽ സാഹാലുന്നാർ മിൻ ഹരിഹി, അതിൻ്റെ ചൂട് കാരണം നരകത്തിലെ ആളുകളൊക്കെ അട്ടഹസിക്കും. അപ്പോൾ നരകത്തിലുള്ള ഒരു റൂമാണ്. കാലൽ ഹുബുലി അബു അബ്ദുൽ റഹ്മാൻ പറഞ്ഞു ഹുവ ഇസ്മ മിൻ അസ്മായി ജഹന്നം, അത് നരകത്തിൻ്റെ പേരുകൾപ്പെട്ടൊരു പേരാണ് ഫലഖ്. കാലൽ കൽബി പറഞ്ഞു വാദിം ഫി ജഹന്നം, നരകത്തിലുള്ളൊരു ചെരിവാണെന്ന്. കാല അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു ഷജറത്തൻ ഫിന്നാർ, നരകത്തിലൊരു മരമാണ്. സഈദ് ഇബ്നു ജുബൈർ ജുബ്ബൻ ഫിന്നാർ, നരകത്തിലുള്ള ഒരു ജുബ്ബാണ്, ഒരു കുഴിയാണ്, ഒരു കുണ്ടാണ്. നഹാസ് യുഖാലു ലിമത്മാന മിനൽ അർളി ഫലഖുൻ, ഭൂമിയിൽ നിന്ന് അടങ്ങി ഇതിനെപ്പറ്റി ഫലഖ് എന്ന് പറയും. ഫലഹാദ യസിഹു ഹാദൽ ഖൗൽ, ഈ ഖൗൽ ഇത് പ്രകാരം സഹിയാണ് അല്ലേ. ഫലഹാദ യസിഹു ഹാദൽ ഖൗൽ. വഖാല ജാബിർ അബ്ദുള്ള പറഞ്ഞു വൽ ഹസൻ വ സഈദ് ഇബ്നു ജുബൈർ ഐലൻ വ മുജാഹിദ് വ ഖതാദ വ ഖുറലി വ ഇബ്നു സൈദിൻ അൽ ഫലഖ് വ സുബ്ഹു, പ്രഭാതമാണെന്നാണ് ഇവർ പറഞ്ഞത്. പ്രഭാതമാണ് ഫലഖ് എന്ന് പറഞ്ഞാൽ പ്രഭാതമാണ്. വഖാല ഇബ്നു അബ്ബാസ് ഇതിനെ പറഞ്ഞിട്ടുണ്ട്. തഖൂലുൽ അറബു, അറബികൾ പറയും ഹുവ അബിയനു മിൻ ഫലഖി സുബ്ഹി, അവൻ പൊട്ടി പിളരുന്നതിനേക്കാൾ അവൻ വ്യക്തമാണെന്ന് പറയാം, അത് വ്യക്തമായി എന്ന് പറയുമല്ലോ. ഹുവ അത് വ ഫറഖി സുബ്ഹി എന്നൊക്കെ പറയാണ്. വഖാല ഷായർ യാ ലൈലതൻ ലം അനംഹാ ബിത്തു മുർതഫിഖ അർഅൻ നുജൂമ ഇല അന്നൂറൽ ഫലഖി,
വഖീലൽ ഫലഖുൽ ജിബാലാണെന്ന്. വസുഖൂറു പർവ്വതവും അതുപോലെ തന്നെ പാറക്കല്ലുകളൊക്കെയാണ്. തൻഫലിഖു ബിൽ മിയാഇ അവകൾ തത്തശക്കക്കോ വെള്ളം പുറപ്പെടുവിക്കുന്ന വെള്ളം പൊട്ടി ഒഴുകുന്ന പാറകളും പർവ്വതങ്ങളൊക്കെയാണ്. വഖീല ഹുവ തഫ്ലീഖു ബൈനൽ ജിബാലി വസുഹൂരി ഖീല പറയുന്നത് തഫ്ലീഖാണ്, ജിബാലിൻ്റെയും സുഹൂറിൻ്റെ ഇടയിലുള്ള തഫ്ലീഖാണ്. കാരണം ലിഅന്നഹ തതശഖഖു മിൻ ഖൗഫില്ലാഹി അസ്സ വജല്ല അള്ളാഹിനെ പേടിച്ചിട്ട് എന്ത് ചെയ്യും, അവകൾ പൊട്ടിപ്പിളരും. ഖാല സുഹൈർ മാദിൽതു അർമുഖുഹും ഹത്താ ഇദാ ഹബതത് ഐദികാബി ബിഹിം മിൻ റാകിസിൻ ഫലിഖ അർറാകിസു അൽ ബത്നുൽ വാദീന വകദാലിക ഹുവ ഫീ ഖൗലിൻ നാബിയ അതാനി വദൂനി റാകിസുൻ ഫല്ലവാജിഉ വറാകിസ് അയ്ദൻ ഹാദി എന്ന് അർത്ഥമുണ്ട്. വഹുവ സൗറു വസ്തൽ ബൈദർ അല്ലേ അൽ മൗദുൽ യുദാസു ഫിൽ ഹുബൂബ് ബൈദ തദൂറു അലൈഹി സീറാനു ഫി ദിയാസത്തി വഹുവ സൗറൻ വസ്തൽ ബൈദർ. കാള ബൈദറിൻ്റെ ചുറ്റുമുള്ള കാളയാണ്. തദൂറു അലൈഹി സീറാനു ഫി ദിയാസത്ത് അതായത് വിത്തുകളെ ഇടപെടുന്ന സ്ഥലം. വഖീല റഹിമു തൻഫലിഖു ബിൽ ഹയവാൻ റഹിമ് ഗർഭപാത്രമാണ്, ഹയവാനിനെ കൊണ്ട് അതെന്ത് ചെയ്യും, ജീവികളെ അത് വിട്ടുപിരിപ്പിക്കും, അങ്ങനത്തെ ഗർഭപാത്രമാണ്. വഖീല ഇന്നഹു കുല്ലു മൻ ഫലക്കാൻ ജമീമാ ഖുലിക മിനൽ ഹയവാനി ഒന്ന് മുഴുവനാണ്. ഇൻഫലക്ക അത് വിട്ടുപിരിയും, അൻ ജമീമാ ഖുലിക മിനൽ ഹയവാനി മുഴുവത്തിനെ തൊട്ടും വിട്ടുപിരിയുന്നത്, മിനൽ ഹയവാനിൽ നിന്നും സുബഹിയിൽ നിന്നും ഹബ്ബിൽ നിന്നും നവയിൽ നിന്നും. ധാന്യം, വിത്ത്, പ്രഭാതം, ജീവി എന്നിവകളിൽ നിന്നെല്ലാം വിട്ടുപിരിയുന്ന ഒന്ന് മുഴുവത്തിനും ഫലക്കെന്ന് പറയുന്നു. വകുല്ലു ശൈഇൻ മിൻ നബാത്തിൻ വഗൈരിഹി നബാത്തിനാലും അതല്ലാത്തതിനാലുള്ള മുഴുവനും. ഖാലുൽ ഹസനും വഗൈറു ഖാല ലഹാഖ് അൽ ഫലഖ് അൽ ഖൽഖു കുല്ലുഹു. ഇനി ലഹാഖ് പറഞ്ഞത് ഫലക്കെന്ന് പറഞ്ഞാൽ ഖൽഖു കുല്ലു മുഴുവൻ സൃഷ്ടികളാണ്. ഖാല വസ്വാസ യദ്ഉ മുഖ്ലിസൻ റബ്ബൽ ഫലഖി സിറൻ വഖദ് അവന തഅവീനൽ ഉഖഖ് ഖുൽതു ഹാദൽ ഖൗലു യശദു ലഹുൽ ഇസ്തിഖാഖ് ഫൈനൽ ഫലഖ ശഖ്ന. ഈ പറഞ്ഞ കൗല് ഇസ്തിഖാഖ് നോക്കുമ്പോൾ ശരിയാണ്. കാരണം ഫലക്കെന്ന് വെച്ചാൽ ഷക്ക് കീറുക എന്നാണ്. ഫഖുദ ശൈഅ ഫലഖൻ ഐ ശഖഖ്തു വതഫ്ലീഖു മിസ്ലുഹു യുഖാലു ഫലഖ്തുഹു ഫൻഫലഖ വതഫലഖ വകുല്ലു മൻ ഫലഖൻ ശൈഇൻ മിൻ ഹയവാനിൻ വസുബിൻ വഹബ്ബിൻ വനവൻ വമാഇൻ ഫഹുവ ഫലഖൻ. ഹയവാനിൽ നിന്നും സുബഹിയിൽ നിന്നും ഹബ്ബിൽ നിന്നും വിത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നൊക്കെ വിട്ടുപിരിഞ്ഞ ഫഹുവ ഫലഖ് എന്ന് പറയും. ഖാല അല്ലാഹു തആല ഫാലിഖുൽ ഇസ്ബാ എന്ന് പറയാറില്ലേ, ഖാല ഫാലിഖുൽ ഹബ്ബി വന്നവ. വഖാല ദുർറുമ്മ പറഞ്ഞു യസിഫു സൗറൽ വഹ്ശിയ ഹത്താ ഇദാ മൻജല അൻ വജിഹി ഫലഖുൻ ഹാദിഹി ഫി ഉഖറയാത്തിൽ ലൈലി മുൻതസിബ് യഅനി ബിൽ ഫലഖ് വനാ സുബ്ഹു ബി ഐനിഹി. ഇവിടെ ഫലക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫലക്ക് സുബ്ഹ് തന്നെ ഉദ്ദേശിക്കണം, പ്രഭാതം. അൽ ഫലഖ് അയ്ദൻ അൽ മുത്മഇന്നു മിനൽ അർളി ബൈന റബുവത്തൈനി എന്ന് വെച്ചാൽ എന്താ, റബുവത്ത് ഉയർന്ന സ്ഥലത്തിന് ഇടയിലുള്ള ഭൂമിയിൽ നിന്ന് താഴ്ന്ന ഭൂമിക്കും ഫലക്ക് എന്ന് പറയും. വജമു ഫുൽഖാൻ മിസ്ലു ഖൽഖിൻ വ ഖുൽഖാൻ പോലെ. വറുബമാ ഖാലു അവർ പറഞ്ഞു കാന ദാലിക ബി ഫാലിക്കിൻ കഥാ വ കഥ യുരീദൂനൽ മക്കാരൻ മുൻഹദറ ബൈന റബുവത്തൈൻ. താഴ്ന്ന ഭാഗത്തിനെ പറ്റിയ പറയാം, രണ്ട് ഉയർന്ന സ്ഥലങ്ങൾക്കിടയിലുള്ള താഴ്ന്ന ഭാഗം. അൽ ഫലക്കു ഐദൻ മിഖ്തറത്തു സജ്ജാൻ എന്നും ഫലക്കിന് അർത്ഥമുണ്ട്. വമ്മൽ ഫലഖു ബിൽ കസ്രി, ഇനി ഫിൽക്ക് എന്ന് വെച്ചാൽ കസ്ര് കൊണ്ട് ദാഹിയത്തു വൽ അമ്രുൽ അജബ്, ദാഹിയത്തിനെ പറ്റിയാണെന്ന് പറയുക, വിപത്തിനെ പറ്റിയാ പറയാം ഫിൽക്കെന്ന്, അത്ഭുതകരമായ കാര്യം. തഖൂലു മിൻ അഫ്ലഖ റജുലു ഫഫ്ലഖ വശായിറു മുഫ്ലിഖുൻ വഖദ് ജാ
ബിൽ ഫലക് ബി ദാഹിയത്തി എന്നൊക്കെ ബിൽ ഫിൽക്ക് എന്ന് പറയും. വൽ ഫിൽക്കു ആയതാൻ അൽ ഖലീബു ഇഷക്കു ബിൽ സിനൈനി. ഇനി ഒരു കമ്പിനെ പറ്റിയും പറയാം, രണ്ടായിട്ട് മുറിക്കപ്പെടുന്ന കമ്പിനെ പറ്റി ഫിൽക്ക് എന്ന് പറയും. ഫൈമലു മിനുൽ ഖൗസാനി, ഫൈമലു മിനുൽ ഖൗസാനി യുഖാലു കുല്ലി വാഹിദ് മിനുമാ ഫിൽഖുൻ. ഖൗസില്ലേ, ഖൗസിന് പറയും യുഖാലു കുല്ലി വാഹിദ് മിനുമാ ഫിൽഖുൻ, രണ്ട് ഖൗസ്. വഖൗലുഹും ജാഅ ബി ഉലഖിൻ ഫുലഖിൻ വഹിയ ദാഹിയത്ത് ലാ യുജ്റാ മുജ്റൽ ഉമർ യുഖാലു മിൻഹു അലഖ്തു വഅഫ്ലഖ്തു ഐ ജിഅ്തു ബി ഉലഖിൻ ഫുലഖ് ബി ഉലഖിൻ ഐ ഫുലഖിൻ വമറ യഫ്തലിഖു ബി ഫി അദ്വിഹി ഐ ബി യഅതി ബിൽ അജബി മിൻ ശിദ്ദത്തി. അപ്പോൾ ഈ പറഞ്ഞൊക്കെ ഭാഷാപ്രയോഗങ്ങളാണ്. അപ്പോൾ ഖൗലുഹു തആല, അള്ളാഹ് പറഞ്ഞു, അള്ളാഹിൻ്റെ കൗലുണ്ട്, മിൻ ശർരി മാ ഖലഖ ഖീല ഹിയ ഇബ്ലീസാൻ വദുരിയത്തുഹു. അള്ളാഹ് സൃഷ്ടിച്ചതിൻ്റെ ഷർറിൽ നിന്ന് ഞാൻ അള്ളാഹിനോട് കാവൽ ചോദിക്കുമെന്ന് പറഞ്ഞല്ലോ, പ്രഭാതത്തിൻ്റെ റബ്ബിനോട്. അപ്പോൾ ഇവിടെ മിൻ ശർരി മാ ഖലഖ എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിച്ചതിൻ്റെ ഷർറെന്ന് വെച്ചാൽ ഇബ്ലീസും അവൻ്റെ സന്താനങ്ങളും ആണ് ഉദ്ദേശം. ഇനി വക്കീല ജഹന്നമാണ് ഉദ്ദേശം. വക്കീല ഹു ആമൻ, അത് ആമാണ്, പൊതുവായി പറഞ്ഞത്. ഈ മിൻ ശർരി കുല്ലി ദീ ഷർരി ഖലഖല്ലാഹ്, അള്ളാഹ് സൃഷ്ടിച്ച മുഴുവൻ ഷർറുകളിൽ നിന്നും, മുഴുവൻ സൃഷ്ടികളുടെയും ഷർറിൽ നിന്നാണ്. അൽ ഖാമിസത്ത്, അഞ്ചാമത്തേത് കൗലു തആല, അള്ളാഹിൻ്റെ കൗല്, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ എന്ന് പറഞ്ഞല്ലോ. ഐ ഇഖ്തുലിഫ ഫി, അതിൽ ഇഖ്തിലാഫുണ്ട്. ഫഖീല ഹുവൽ ലൈലു, രാത്രിയാണ്. വൽ ഗസഖു, രാത്രിയുടെ ഷർറിൽ നിന്നാണ്. അപ്പോൾ വൽ ഗസഖ് എന്ന് വെച്ചാൽ എന്താ? അവ്വലു ദുൽമത്തിൻ ലൈൽ, രാത്രിയുടെ ആദ്യത്തെ ഇരുട്ടാണ്, ആദ്യ ഇരുട്ടുള്ള ഭാഗം, ആദ്യ സമയം. യുഖാലു മിൻഹു ഗസഖൽ ലൈലു യഖ്സിഖു ഐ അദ്ലമ എന്നാണ്. ഖാല ഇബ്നു കൈസർ റുഖയ്യാത്ത് ഇന്ന ഹാദൽ ലൈല ഖദ് ഗസഖ വസ്തഖൈതുൽ ഹമ്മ വൽ അർഖ വഖാല അൽ ആഖിറു യാ തൈഫ ഹിന്ദിൻ ലഖദ് അബ്ഖൈത ലി അർഖ ഇദ് ജിഅ്തനാ താരിഖൻ വൽ ലൈലു ഖദ് ഗസഖ. ഹാദാ ഖൗലു ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞാണ് ഇത് രാത്രി എന്നാണ് ഇതിന് ഗാസിഖിന് അർത്ഥം. ലഹാക്ക് പറഞ്ഞു, ഖത്താദ സുദ്ദി വൈരിഹിം അവരല്ലാത്തവരൊക്കെ പറഞ്ഞു വൈരിഹിം കേട്ടോ. അപ്പോൾ വഖബ എന്ന് പറഞ്ഞാൽ ഇത് അലാ ഹാദൽ തഫ്സീർ അദ്ലമ എന്നാണ്. അപ്പോൾ രാത്രി ഇരുട്ടായാൽ, രാത്രി ഇരുട്ട് വന്നാൽ. ഖാല ഇബ്നു അബ്ബാസ് വല്ലഹാഖ് ദഖല, പ്രവേശിച്ചാൽ. ഖത്താദാണ് ദഹബ, അത് പോയാൽ അല്ലേ. യമാനുബിനു ദിആബിൻ, യമാനുബിന് സക്കന അടങ്ങിയാൽ. വഖീല നസല, ഇറങ്ങിയാൽ. യുഖാലു വഖബൽ അദാബുൽ കാഫിരി, ഈ നസല എന്നല്ല അർത്ഥം പറയാറ്. കാഫിരിങ്ങളുടെ മേൽ അദാബ് വഖബ വെച്ചാൽ നസല, ഇറങ്ങിനാണ്. ഖാല ഷായിറു വഖബൽ അദാബു അലൈഹിം ഫകന്നഹും ലൈകത്തുഹുമുൻ നാറു സുമൂമി ഫഹുസിദു എന്ന് പറയാണ്. വഖാല സജ്ജാജുൻ ഖീല ലൈലു ഗാസിഖുൻ ലിഅന്നഹു അബ്റദു മിനൻ നഹാരി. അപ്പോൾ അൽ ഗാസിഖ് ബാരിദ് എന്നാണ്. അപ്പോൾ ബാരിദ് തണുത്തത്. ഗാസിഖ് ലൈലിനെ പറ്റി ഗാസിഖ് എന്ന് പറയാറുണ്ട്, രാത്രിയെപ്പറ്റി. കാരണം തണുത്തതെന്നർത്ഥം. കാരണം പകലിനേക്കാൾ തണുത്തത് രാത്രിയാണല്ലോ. വൽ ഗസഖ് വൽ ബർദ വലിയ അന്ന ഫിൽ ലൈലി യഖ്റുജു സബാഉ, വലിയ അന്ന കാരണം രാത്രിയിലാണ് പിടിമൃഗങ്ങൾ അതിൻ്റെ കൂടുകളിൽ നിന്ന് പുറപ്പെടുക, അതിൻ്റെ ആജാമുകളിൽ നിന്ന്, അതിൻ്റെ കോട്ടകളിൽ നിന്ന്, അഭയസ്ഥാനങ്ങളിൽ നിന്ന് അവർ പുറത്തു വരുന്നത്. വൽ ഹവാമി മിൻ അമാക്കിനിഹ, പ്രാണികളൊക്കെ അതിൻ്റെ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു വരാം. വയംബാസു അഹ്ലു ഷെറി അലൽ ഐസി വൽ ഫസാദി, ഷെറിൻ്റെ ആളുകൾ ഫസാദിൻ്റെ മേലും ഷെറിൻ്റെ മേലൊക്കെ അവർ തയ്യാറാവുന്നത്. വഖീല പറയപ്പെടാൽ ഗാസിഖ് വ സുറയ്യ. ഇനി ഗാസിഖ് എന്ന് വെച്ചാൽ സുറയ്യ നക്ഷത്രമാണ്. കാരണം അതാലിക്ക അന്ന ഇതാ സക്കത്തത്ത് കുസരത്തിൽ അസ്കാമോ തവായിൻ, അത് സാക്കിത്തായ ഇല്ലാതായാൽ രോഗങ്ങളും അതൊന്ന് എന്താ ചെയ്യുക, വിപത്തുകളൊക്കെ എന്ത് ചെയ്യും, വ്യാപിക്കും. വൈദാ തൊലാത്ത് ഇർത്തഫാദാലിക്ക, അത് ഉദിച്ചാൽ അതൊക്കെ മാറിപ്പോകും. കാല അബ്ദുറഹ്മാൻ ബിൻ സയ്യിദ് പറഞ്ഞു, വഖീല ഹുവ ശംസു ഇദാ ഖറബത്ത്. ഇനി ഗാസിഖിന് ഇതാ വഖബിനർത്ഥം സൂര്യൻ അസ്തമിച്ചാൽ എന്നാണ്. കാല ഇബ്നു ശിഹാബ് അതിനെ പറഞ്ഞിട്ടുണ്ട്. വഖീല ഹുവൽ ഖമർ, ചന്ദ്രനാണ്. വഖാല കുത്തബി പറഞ്ഞു, ഇതാ വഖബൽ ഖമർ വെച്ചാൽ ഇതാ ദഖല ഫി സാഹൂരിഹി, അതിൻ്റെ ഗ്രഹണത്തിൽ അത് കടന്നാൽ, അതിൻ്റെ ഗ്രഹണത്തിൽ കടന്നാൽ എന്നാണ്. നക്ഷത്രങ്ങൾ ചന്ദ്രൻ്റെ ഗ്രഹണം ഉണ്ടായാൽ. വഹുകൽ ഖിലാഫിലഹു വദാലിക ഇതാ ഖസഫ ബിഹിന വകുല്ലു ഷൈഇൻ അസ്വദു ഫഹുവ ഖസഖൻ. ഇനി വേറെ ഇതുണ്ട്, എല്ലാ കറുത്തതിനെ പറ്റിയും ഖസഖ് എന്ന് പറയാം. വഖാല ഖത്താദ ഇതാ വഖബ ഇതാ ഖാബാന, അത് അസ്തമിച്ചാൽ. വഹുവ അസഹു, അതാണ് അസാഭിപ്രായം. എന്നഫി തുർമിദി എന്ന ആയിഷ. കാരണം എന്താ? അപ്പോൾ
ചന്ദ്രൻ അസ്തമിച്ചാൽ ചന്ദ്രന് ഗ്രഹണം ബാധിച്ചാൽ എന്ന അർത്ഥമാണ് ഏറ്റവും അസുഖം എന്ന് പറയാൻ കാരണം. ആയിഷ ബീവിയെ തൊട്ടുണ്ട് തിർമിദി റിവായത്ത് ചെയ്ത് അന്നൻ നബിതങ്ങൾ നെളറയിലൽ ഖമരി ചന്ദ്രനിലേക്ക് നോക്കി ഫഖാല എന്നിട്ട് പറഞ്ഞു യാ ആയിഷ ഇസ്തഈദി ബില്ലാഹി മിൻ ശരി ഹാദ, ഇന്ത്യൻ്റെ ഷെറിൽ നിന്ന് നീ അള്ളാഹിനോട് കാവൽ ചോദിക്കണം. ഫൈന്ന ഹാദ ഹുൽ ഖാസിഖു ഇദാ വഖബ്, ഇതാണ് അൽ ഖാസിഖു ഇദാ വഖബ് എന്ന് ഖുർആനിൽ പറഞ്ഞത്. കല അബു ഈസ പറഞ്ഞു ഹാദ ഹദീസുൻ ഹസനുൻ സഹീഹ്, ഈ ഹദീസ് സഹീഹാണ്, ഹദീസ് സഹീഹും ഹസനുമാണ്. വഖാല അഹ്മദ് ബിനുൽ യഹ്യ സാലബ് അൻ ഇബ്നു അറാബി ഫി തഅവീൽ ഹാദൽ ഹദീസ്, അദ്ദേഹം പറഞ്ഞു അഹ്മദ് ബിൻ യഹ്യ സാലബ് എന്നവർ അൻ ഇബ്നു അറാബി ഫി തഅവീൽ ഹാദൽ ഹദീസ്, ഈ ഹദീസിൻ്റെ താവീലിൽ പറഞ്ഞിട്ടുണ്ട്. വദാലിക അതിൽ അന്ന അഹ്ലർ റൈബി യതഹയ്യനൂന വജ്ബത്തൽ ഖമരി, റീബിൻ്റെ ആളുകൾ യതഹയ്യനൂന വജ്ബത്തൽ ഖമരി, അവർ എന്ത് ചെയ്യും, ഖമറിൻ്റെ വജ്ബത്തിന് അവർ സമയം നിശ്ചയിക്കും, റൈബിൻ്റെ ആൾക്കാർ. വാൻഷദ റാഹനില്ലാഹു മിൻ അഷ്യാഇ അക്റുഹ മിൻഹൽ അജൂസ് വ മിൻഹൽ കൽബ് വൽ ഖമറു ഹാദാ യബൂഹു വ ഹാദാ യുസ്തലാഉ ബിഹി വ ഹാദിഹി ലിംരിസുൻ ഖവാമത്തുസ് സഹരി. ഇനി വഖീല പറയപ്പെട്ടു അൽ ഖാസിഖു അൽ ഹയ്യത്തു ഇദാ ലദഅത്തുന്ന, ഖാസിഖിനർത്ഥം പാമ്പാണ്, അത് കൊത്തിയാൽ അല്ലേ. വക്കാനൽ ഖാസിഖു നാബുഹ, ഖാസിഖ് അതിൻ്റെ നാബ് പോലെയാണ്, നാബ് എന്ന് വെച്ചാൽ അതിൻ്റെ തേറ്റ പോലെയാണ്. ലന്ന സുമ്മ യഹ്സിഖു മിൻഹു ഐ യസീലു, വിഷം അതിൽ നിന്നെന്ത് ചെയ്യും, ഒലിക്കും. വഖബ നാബുഹ ഇതാ ദഖല ഫിൽ ലദി, കൊത്തുന്നവൽ പ്രവേശിച്ചാൽ എന്നാണ്. വഖീലൽ ഖാസിഖ് കുല്ലു ഹാജിമി യദുർ, എല്ലാ ബുദ്ധിമുട്ടിക്കുന്നതിനെ പറ്റി ഖാസിഖ് എന്ന് പറയാം. കായിനമാക്കാൻ മിൻ ഖൗലി ഖസഖത്തിൽ ഖുർഹത്ത് ഇദാ ജറാ സദീദുഹ എന്ന് പറയും. എല്ലാ ബുദ്ധിമുട്ടിക്കുന്നതിനെ പറ്റി ഖാസിഖ് എന്ന് പറയാം. ഖസഖത്തിൽ ഖുർഹത്തു എന്ന് പറയും ഇദാ ജറാ സദീദുഹ, മുറിവ് ഖസഖത്ത് എന്ന് പറയും, അതായത് അതിൻ്റെ എന്താണ് ചെലം ഒലിച്ചാൽ അതിനെപ്പറ്റി അങ്ങനെ പറയും. അസാദിസത്തു, ഇനി ആറാമത്തെ കൗലു താല വമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ് യഅ്നി സാഹിറാത്തിൽ ലായി യൻഫുസ്ന ഫി ഉഖദിൽ ഖൈത്തി ഹീന യർഖീന അലൈഹ, സാഹിര്യങ്ങളാണ് അല്ലാത്ത എങ്ങനത്തെ സാഹിര്യങ്ങൾ, അവർ ഊതുന്നു നൂലിൻ്റെ കെട്ടുകളിൽ, ഹീന യർഖീന അലൈഹ അതിനെ അവർ മന്ത്രിക്കുന്ന സമയത്ത്. ഷബ്ബാൻ നഫ്ഖിനോട് കമായാമലുമായി യർഖി, നഫ്ഖിനെ തശ്ബീഹാക്കി മന്ത്രിക്കുന്നവൻ ചെയ്യുന്ന ഒന്നിനോട്. കാലശാർ ഔദു ബി റബ്ബി മിൻ നഫാസാത്തി മിൻ ഇളഹിൽ ആലിഹിൽ മുഅ്ലിഹി. വഖാല മുതമ്മിം ഇബ്നു നുവൈറ പറഞ്ഞു നഫസ്തു ഫിൽ ഖൈത്തി ശബീഹർ റുഖി മിൻ ഖശിയത്തിൽ ജിന്നത്തി വൽ ഹാസിദി. വഖാല അൻദറ പറഞ്ഞു ഫൈൻ യബ്റ ഫലം ഉംഫിസ് അലൈഹി ഫൈൻ യഫ്ഖിദ് ഫഹുഖ ലഹുൽ ഫുഖൂദു. അസാബിയ ഏഴാമത്തേത് റവൻ നസായി അൻ അബി ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ തൊട്ട് നസായി റിവായത്ത് ചെയ്ത് നബി പറയാണ് മൻ അഖദ ഉഖ്ദത്തൻ സുമ്മ നഫസ ഫിഹാ, ആരെങ്കിലും കെട്ടിടുകയും പിന്നെ അതിൽ ഊതുകയും ചെയ്താൽ ഫഖദ് സഹറ, അവൻ സിഹർ ചെയ്തു. വമൻ സഹറ ഫഖദ് അശ്റക്, സിഹർ ചെയ്തവൻ എന്നോട് പങ്കു ചേർത്തു. വമൻ താല്ലഖ ശൈഅൻ വുക്കില ഇലൈഹി, ആരെങ്കിലും ഏലൈസ് കെട്ടിയാൽ ഷൈഅൻ അല്ലേ വുക്കിലയിൽ അവനെ അതിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു. വഖ്തുലിഫ ബിൻ നഫ്സി ഇൻദ റുഖി, അപ്പോൾ മന്ത്രിക്കുന്ന സമയത്ത് ഊതുന്ന വിഷയത്തിൽ എതിരഭിപ്രായം. ഫമനഉ ഖൗമൻ, ഒരു വിഭാഗം അത് തടഞ്ഞു. വജാസു ആഖറുൻ, ചിലരതിനെ അനുവദനീയമാക്കി. കാല ഇക്രിമ പറയാണ് ലായംബഗിലി റാഖിയ യംഫുസ, മന്ത്രിക്കുന്നവന് ഊതൽ യോജിച്ചതല്ല. വലാ യംസ വലാ യഖ്ദ, കെട്ടിടലും അതുപോലെ തന്നെ തടവലും ഒന്നും യോജിച്ചതല്ല. കാല ഇബ്രാഹിം പറഞ്ഞു കാനു യക്റഹൂന നഫ്സ ഫി റുഖൈ, അവർ മന്ത്രത്തിൽ ഊത്തിനെ അവർ വെറുത്തിരുന്നു. വക്കാല ബാലു പറഞ്ഞു ദഖൽത്തു അല ലഹാക്കി വഹു വജീവൻ,
ഞാൻ ലഹാക്കിൻ്റെ മേൽ കടന്നു ചെന്നു, അദ്ദേഹം രോഗബാധിതനാണ്. ഫഖുൽത്തു അലാ ഉഅവ്വിദുക യാ അബാ മുഹമ്മദ്, ഞാൻ അങ്ങേ മന്ത്രിക്കട്ടെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അബാ മുഹമ്മദ് കാല, അദ്ദേഹം പറഞ്ഞു ബല, മന്ത്രിച്ചോ, വലാക്കിൻ ലാ തംഫുസ്, നീ ഊതരുത്. ഫതഅവതു ബിൽ മുഅവ്വിദത്തി, അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മുഅവ്വിദത്തൈനി കൊണ്ട് കാവൽ ചോദിച്ചു. വഖാല ഇബ്നു ജുറൈജ് പറയും ഖുൽതുലി അത്തായിനോട് ചോദിച്ചു ഞാൻ, അൽ ഖുർആൻ യുംഫഖു ബിഹി ഔ യുംഫസു, ഖുർആൻ കൊണ്ട് ഊതപ്പെടാമോ? ഖാല ലാ ശൈഉ മിൻ ദാലിക, അതൊന്നും പറ്റൂല. വലാക്കിൻ തഖറഹു ഹാക്കദ, നീ അത് ഓദിക്കോ, അപ്രകാരം ഓതാമെന്നല്ലാതെ ഊതാൻ പറ്റൂല. സുമ്മ ഖാല ബാദു ഉംഫുസ് ഇൻ ശിഅത, പിന്നെ അദ്ദേഹം പറഞ്ഞു നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഊതിക്കോന്നല്ലേ. ഇനി മുഹമ്മദ് സീരീൻ അൻ റുഖയ്യ യംഫുസ് ഫിഹ, അതിൽ ഊതാറുണ്ടായിരുന്നു. വസീൽ മുഹമ്മദ് ബിൻ സീരീൻ അൻ റുഖയ്യത്തി യുംഫസ് ഫിഹ ഫഖാല ലാ അലമു ബിഹ ബാസൻ, എനിക്ക് അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. വൈദഖ്തലഫു വൽ ഹാക്കിമു, അപ്പോൾ ഇങ്ങനെ എതിരഭിപ്രായം വരുമ്പോൾ നമ്മൾ വിധികർത്താവാക്കുന്നത് സുന്നത്തിനെയാണ്. നബിയുടെ ചര്യ എന്താണെന്ന് നമ്മൾ നോക്കണം അല്ലേ. അത് അറബത്ത് ആയിഷാബി റിവായത്ത് അന്ന നബിയെ കാന യംഫുസ് ഫി റുഖയ്യ, നബി മന്ത്രിക്കുന്ന സമയത്ത് ഊതാറുണ്ടായിരുന്നു. റവാഹുൽ അയിമ്മത്ത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. വഖദ് ദക്കർന അവല സൂറത്തി വഫി സുബ്ഹാൻ വാൻ മുഹമ്മദ് ബിൻ ഹാത്തിബിൻ, സൂറത്തിൻ്റെ തുടക്കം നമ്മൾ റിവായത്ത് ചെയ്തു. എന്താണ്? അന്ന യദാഹു ഇഹ്തറഖത്ത്, മുഹമ്മദ് ബിൻ ഹാത്തിം, അദ്ദേഹത്തിൻ്റെ കൈ ഇഹ്തറഖത്ത്, കരിഞ്ഞു, പൊള്ളലേറ്റപ്പോൾ. ഫാത്തത്ത് ബിഹി ഉമ്മുഹു നബിയ, ഹാത്തിമിൻ്റെ ഉമ്മ നബിയുടെ അടുക്കൽ അദ്ദേഹത്തെ കൊണ്ടുചെന്നു. ഫജഅല യംഫുസു അലൈഹ വയതകല്ലമു ബി കലാമിൻ, ഫജഅല യംഫുസു ഫി അലൈഹ, നബി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ഊതി. വയതകല്ലമു ബി കലാമിൻ, അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഊതിയെന്ന്. വസഅമനു ലം യഹ്ഫളു, അദ്ദേഹം വാദിക്കാൻ ഞാനത് ഇഫ്ലാക്കിയില്ല, നബി എന്തോ മന്ത്രിച്ച് ഊതിയെന്ന്. വഖാല മുഹമ്മദ് ബിൻ അഷ്അസ് പറയാണ് ദുഹിബ ബി ഇലാ ആയിഷ റളിയല്ലാഹു, മുഹമ്മദ് ബിൻ അഷ്അബ് പറയുന്നു എന്നെ നബി തങ്ങളുടെ അടുക്കലേക്ക് ആയിഷാബിയുടെ അടുത്ത് കൊണ്ടുവന്നു. വഫി ഐനി സൂൻ, എൻ്റെ കണ്ണിലാണെങ്കിൽ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ഫറാഖത്നി വനഫസത്ത്, എന്നെ ആയിഷാബി മന്ത്രിച്ചു, ഊതുകയും ചെയ്തു അല്ലേ. ഇനി അമ്മാമ റുബിയാൻ ഇക്രിമാമിൻ ഖൗലിൻ ലാ യംബഗി ലിറാഖി യംഫുസ, ഇക്രിമയെ തൊട്ട് റിവായത്തപ്പെട്ടല്ലോ ഊതൽ മന്ത്രിക്കുന്നവന് യോജിച്ചതല്ലാന്ന്. ഫകഅന്നഹു ദഹബ ഫീല അന്ന അല്ലാഹു തആല ജഅല നഫ്സ ഫിൽ ഉഖദി മിമ്മാ യുസ്തആദു ബിഹി, അപ്പോൾ അദ്ദേഹം അതിൽ പോയതുപോലെയുണ്ട്. ഇല്ല, അല്ലാഹു തആല ജഅല നഫ്സിനെ ആക്കിയിട്ടുണ്ട് ഉഖദിൽ മിമ്മാ യുസ്തആദു ബിഹി, നഫ്സിനെ ആക്കി ഫിൽ ഉഖദിൽ, കെട്ടിലുള്ള ഊത്ത്, മിമ്മാ യുസ്തആദു ബിഹി, കാവൽ ചോദിക്കപ്പെടുന്ന ഒന്നിൽ നിന്ന്. ഫലാ യകുൻ ബിനഫ്സി ഊദത്തൻ, അപ്പോൾ അത് ബിനഫ്സി ഊദത്തല്ല. വലൈസ ഹാദാ ഹക്കദ, ഈ പറഞ്ഞത് ശരിയല്ല. കാരണം യന്ന നഫ്സ ഫിൽ ഉഖദി ഇദാ കാന മദ്മൂമൻ ലം യജിബു അൻ യകൂന നഫ്സു ബിലാ ഉഖദിൻ മദ്മൂമ, കാരണം ഊത്തെന്നുള്ളത് ഉഖദില്ല ഊത്ത് ഇതാക്കാന മദ്മൂമായാൽ ലം യജിബ് അൻ യകൂന നഫ്സു ബിലാ ഉഖദിൻ മദ്മൂമൻ, ഉഖദ് കൂടാതെ ഉള്ള ഊത്ത് മദ്മൂമാകൂല. അതുപോലെ തന്നെ വലിയ നഫ്സ ഫിൽ ഉഖദി, ഉഖദിലുള്ള ഊത്ത് ഇന്നമാ ഉരീദു ബി സിഹ്റുൽ മുളിറു ബിൽ അർവാഹി, റൂഹുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിഹർ ഉദ്ദേശിക്കപ്പെട്ടാലുമാണ് മദ്മൂമാവുക. ഇതാക്കാന മദ്മൂമൻ. വഹാഖദൻ നഫ്സു ബിൽ ഇസ്ലാഹിൽ അബ്ദാൻ, ഈ ഊത്ത് ശരീരം നന്നാക്കാനല്ലേ. ഫലാ യുഖാസു മാ യൻഫഉ ബിമാ യദുറു, അപ്പോൾ ഉപകാരമുള്ളതിന് ഉപകാരമില്ലാത്തതിനോട് കിയാസാക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞത് ഇനി വമ്മ കറാഹത്തു ഇക്രിമ അൽ മസാഫ ഖിലാഫത്തു സുന്ന, ഇക്രിമ പറഞ്ഞത് വെറുക്കൽ മസ്ഹും പറ്റൂല എന്ന് പറഞ്ഞത് അത് സുന്നത്തിനെതിരാണ്. കാരണം കാല അലി റളിയല്ലാഹു പറഞ്ഞു ഇസ്തഖൈതു, ഞാൻ എന്ത് ചെയ്തു, എനിക്ക് രോഗം ബാധിച്ചു. ഫദഖല അലയ്യ നബി, നബി എൻ്റെ മേൽ കടന്നു വന്നു. വാനാഖുൽ അല്ലാഹുമ്മ ഇൻ കാന അജലി ഖദ് ഹളറ ഫാരിഹിനി, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ എൻ്റെ അവധി അടുത്തെങ്കിൽ നീ അത് ഹളറ, എനിക്ക് നീ റാഹത്ത് നൽകണം. വൈകാലം മുത്താഖിറം ഫാഷ്ഫിനി വാഫിനി,
എനിക്ക് എൻ്റെ അജല് പിന്തിയൊക്കെയാണെങ്കിൽ എനിക്ക് നീ ശിഫ നൽകണം, എനിക്ക് ആഫിയത്ത് നൽകണം. ഭയങ്കര ബലാൻ ഫസബിർനി, ഇനിതാ ആപത്താണെങ്കിൽ എന്നെ നീ ശമിപ്പിക്കണം. അപ്പോൾ കാലൻ നബി, അപ്പോൾ നബി പറഞ്ഞു കൈഫ കുൽത്ത, നീ എന്താ പറഞ്ഞു? അപ്പോൾ കുൽത്തു ലഹു, അപ്പോൾ നബിയോട് ഞാൻ പറഞ്ഞു ഫസഹനീ ബിയദി സുമ്മ കാൽ അള്ളാഹു മുഷ്ഫിഹി, പിന്നെ നബി കൈകൊണ്ട് തടവുകയും പിന്നെ അള്ളാഹു മുഷ്ഫി, അള്ളാഹു നീ ശിഫ നൽകണമെന്ന് ദുആ ചെയ്യുകയും ചെയ്തു. ഫമ ആദ ദാലിക്കൽ വജൂബാദ്, പിന്നെ അതിനുശേഷം എനിക്ക് വേദന മടങ്ങി വന്നിട്ടില്ല. വഖറ അബ്ദുല്ലാഹിബ്നു അംർ വ അബ്ദുറഹ്മാൻ ബിൻ സാബിത്തിൻ വ ഈസബിനു ഉമർ വ റൗസ്, അതുപോലെ തന്നെ റുവൈസും അൻ യഹൂബിനെ തൊട്ടെന്താ മിൻ ഷരി നഫാസാത്തി എന്ന് ഫി വസ്നി ഫായിലാത്തിൻ്റെ വസ്നിലാണ്. വറുബിയത്തൻ അബ്ദുല്ലാഹിബ്നു ഖാസിം മൗല അബി ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമെ തൊട്ട് എന്താണ് അബ്ദുല്ലാഹിബ്നു ഖാസിം പറയാൻ. വറുബിയ റിവായത്തെപ്പെട്ടു അന്ന നിസാൻ സഹറൻ നബിയ ഫി ഹദാ വശറത ഉഖദ, ചില സ്ത്രീകൾ നബിക്ക് സിഹർ ചെയ്തു 10 കെട്ടിലായിട്ട്, 11 കെട്ടിലാണ്. ഫി ഹദാ അശറ റുഖദത്ത് ഫഅൻസലല്ലാഹുൽ മുഅവ്വിദത്തിന് ഇഹദാ അശറ, അപ്പോൾ അള്ളാഹു 11 ആയത്തുള്ള മുഅവ്വിദത്തൈനി ഇറക്കി. വഖാല ഇബ്നു സൈദ് കുന്ന മിനൽ യഹൂദി, അവരും യഹൂദികളിൽപ്പെട്ടവരായിരുന്നു. യഹ്നി സവാഹിർ അൽ മദ്കൂറാത്ത്, ആ പറയപ്പെട്ട സ്ത്രീകളുണ്ടല്ലോ സാഹിര്യങ്ങളായ പെണ്ണുങ്ങൾ, അവർ യഹൂദികളായിരുന്നു. വഖീല ഹുന്ന ബനാത്തു ലബീദുൽ ആസം, അത് ലബീദുൽ ആസമിൻ്റെ മക്കളാണെന്നും പറയപ്പെട്ടു, പെൺമക്കളായിരുന്നു. അസാമിനത്ത്, ഇനി എട്ടാമത്തത് എന്താണ് മസല ഖൗലുഹു തആല, അല്ലാഹുവിൻ്റെ കൗലാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഹാസിദിൻ്റെ ഷർറിൽ നിന്ന് പറഞ്ഞല്ലോ, അവൻ അസൂയ വെച്ചാൽ. കത്തക്കത്തമ ഫി സൂറത്ത് നിസായിൽ പോയിട്ട് മാനൽ ഹസദി, ഹസദിൻ്റെ മാന എന്താണെന്ന് സൂറത്ത് നിസായിൽ പറഞ്ഞിട്ടുണ്ട്. വാന്നഹു, അതെന്താണ്? വാന്നഹു തമന്ന സവാൽ നിഅമത്തുൽ മഹസൂദി, അസൂയ വെക്കപ്പെടുന്നവൻ്റെ അനുഗ്രഹത്തെ നീങ്ങലിനെ ആഗ്രഹിക്കലാണ്. വൈലം യസ്റിൽ ഹാസിദി മിസ്ലുവ, അതുപോലത്തത് അസൂയാലുവിന് കിട്ടിയില്ലെങ്കിലും ശരി, അസൂയ വെക്കപ്പെടുന്നവൻ്റെ നിയമത്ത് നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കലിനാണ് അസൂയ എന്ന് പറയുക. വൽ മുനാഫസത്ത് ഹിയ തമന്നി മിസ്ലിയ, മുനാഫസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതുപോലത്തത് ആഗ്രഹിക്കല. വൈലം താസുൽ, അത് മറ്റുള്ളവൻ നീങ്ങിയിട്ടില്ലെങ്കിലും തനിക്കും അതുപോലെ കിട്ടണമെന്ന് ആഗ്രഹിക്കുക. വൽ ഹസദ്, അപ്പോൾ ഹസദ് ഷർവൻ മദ്മൂമൻ, ആക്ഷേപിക്കപ്പെടുന്ന ഒരു ഷെറാണ്. വൽ മുനാഫസത്ത് മുബാഹത്തുൻ, മുനാഫസത്ത് അനുവദനമാണ്. വഹിയൽ ഖൈബത്ത്, അതിനെപ്പറ്റി ഖൈബത്തത്ത് എന്ന് പറയാം, ഖൈബത്തത്ത് എന്ന് പറയും. മറ്റുള്ളവർക്കുണ്ടാകുന്ന അനുഗ്രഹം തനിക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുക, മറ്റുള്ളവനിൽ നിന്ന് അത് നീങ്ങിപ്പോകാതെ, അതിനാണ് മുനാഫസത്ത്, അതായത് ഖൈബത്തത്ത് എന്ന് പറയാം. വഖദ് റുബിയ, തീർച്ചയായും റിവായത്തിൽപ്പെട്ടിട്ടുണ്ട് അന്ന നബി തങ്ങൾ കാലം പറഞ്ഞു അൽ മുഅ്മിനു യഗ്ബിത്തു വൽ മുനാഫിഖു യഹ്സദ്, മുഅ്മിന് ഖൈബത്തത്ത് ഉണ്ടാകും, മുനാഫിക്കിന് ഹസൂയാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ ഫി സഹീഹൈനിലുണ്ടല്ലോ ലാ ഹസദ ഇല്ലാ ഫിസ്നൈനി, 2 കാര്യത്തിലല്ലാതെ ഹസദില്ല. അതായത് ലാ ഖിബത്തത്താന്നാ, ഖിബത്തത്തില്ല. ഖിബത്തത്ത് പറ്റുകയാണെങ്കിൽ 2 കാര്യത്തിൽ ഖിബത്തത്ത് പറ്റും. ഫഖദ് മളാ ഫി സൂറത്തുൻ നിസായി വൽഹംദുലില്ലാഹ്, സൂറത്തുൻ നിസായിൽ ഇത് മുൻപ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖുൽതു, ഞാൻ പറയുന്നു, ഖാല ഉലമാ പറഞ്ഞു, അൽ ഹാസിദു, അസൂയാലു, ലാ യളുറു, അവൻ ബുദ്ധിമുട്ടിക്കൂല, ഇല്ലാ ഇദാ ലഹറ ഹസദു ബി ഫീലിൻ ഔ ഖൗലിൻ, അവൻ്റെ കൗല് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവൻ്റെ ഹസദ് വെളിവാക്കിയാലല്ലാതെ ആ അസൂയാലുവിനെ കൊണ്ട് ബുദ്ധിമുട്ടില്ല. വദാലിക ബിഅൻ യഹ്മിലഹുൽ ഹസദു അലാ ഇഖായി ശർരി ബിൽ മഹ്സൂദി, വദാലിക അത് ബിഅൻ യഹ്മിലഹുൽ ഹസദു, ഹസദ് അവനെ പ്രേരിപ്പിക്കും, അലാ ഇഖായി ശർരി ബിൽ മഹ്സൂദി, മഹ്സൂദിൽ അസൂയ വെക്കപ്പെട്ടവനിൽ ഷെറ് സംഭവിപ്പിക്കാൻ അസൂയാലുവിനത് പ്രേരിപ്പിക്കും, അവൻ്റെ അസൂയ. ഫയത്ബഉ മാസാവി അഹു വയത്ലബു അസറാത്തി, അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവൻ്റെ മോശത്തരങ്ങളെ പിൻപറ്റുകയും അവൻ്റെ വീഴ്ചകളെ അവൻ തേടി നടക്കുകയും ചെയ്യും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഇദാ ഹസദ്ത ഫലാ തബ്ഗിൽ, നീ അസൂയ വെച്ചാൽ ഫലാ തബ്ഗി, നീ എന്ത് ചെയ്യരുത്? പിൻപറ്റരുത്. അൽ ഹദീസ് വഖദ് തഖദ്ദമ, ഇത് മുന്തിയിട്ടും. അൽ ഹസദ് അവ്വലു ദംബിൻ ഉസിയല്ലാഹു ബിഹി ഫി സമായി, ഹസദാണ് ആകാശത്തിൽ അള്ളാഹുവിനോട് ചെയ്യപ്പെട്ട ആദ്യത്തെ ദോഷം. വവ്വലു ദംബിൻ ഉസിയ ബിഹി ഫിൽ അർദി, ഭൂമിയിൽ ചെയ്യപ്പെട്ട ആദ്യത്തെ ദോഷം ഹസദ് തന്നെയാണ്. ഫഹസദ ഇബ്ലീസു ആദം, ഇബ്ലീസ് കാരണം ആകാശത്ത് വെച്ച് ഇബ്ലീസ് ആദമിനോട് അസൂയ വെച്ചു. ഹസദ ഖാബീലു ഹാബീൽ, ഹാബീലിനോട്, ആദം നബിയുടെ മകൻ
ഹാബീൽ മറ്റൊരു മകൻ ഹാബീലിനോട് അസൂയ വെച്ചല്ലോ. വൽ ഹാസിദ് മംകൂത്തൻ മബ്ഗൂലൻ മത്റൂദൻ മൽഊനൻ. അസൂയാലു അവനെന്താണ്? ആട്ടി ഓടിക്കപ്പെടേണ്ടവനാണ്, അവൻ ശപിക്കപ്പെടേണ്ട ആളാണ്. വലഖദ് അഹ്സന മൻ ഖാല ഖുല്ലിൽ ഹസൂദി ഇദാ തനഫസ തഅനതൻ യാ ളാലിമൻ വകഅന്നഹു മദ്ലൂം. ഇനി അത്താസത്ത് 9 ഹാദി സൂറത്തു ദാലത്തുൻ അലാ അന്നല്ലാഹു സുബ്ഹാനഹു ഖാലിഖു കുല്ലി ശൈഇൻ. 9ാമത്തെ മസല, ഈ സൂറത്ത് അതറിയിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എല്ലാ ഷർറിനെയും സൃഷ്ടിച്ച ആൾ. വാമറ നബിയഹു നബീനോടുള്ള കൽപ്പിക്കുകയും ചെയ്തു ഐ യതഅവദ മിൻ ജമീ ശറൂർ, മുഴുവൻ ഷർറിൽ നിന്നും കാവൽ ചോദിക്കാൻ അള്ള കൽപ്പിക്കുകയും ചെയ്തു. ഫഖാല, എന്നിട്ട് അള്ള പറഞ്ഞു മിൻ ശർരി മാ ഖലഖ്, അള്ള സൃഷ്ടിച്ച മുഴുവൻ ഷർറിൽ നിന്നും കാവൽ ചോദിക്കാൻ. വജഅല ഖാത്തിമത ദാലിക്കൽ ഹസദി അതിൻ്റെ ഖാത്തിമത്താക്കി ഹസദിനെ ആക്കുകയും ചെയ്തു. ഹസദിൽ നിന്നും കാവൽ ചോദിക്കുക. അത് തംബീഹാണ് അല ഇളമിഹി വ കസ്റത്തി വളറി. ഹസദിൻ്റെ കാര്യം, അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അധികരിച്ചതാണെന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് അവസാനം പറഞ്ഞത്. വൽ ഹാസിദു അദുവു നിഅമത്തില്ലാഹി, അസൂയാലു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ ശത്രുവാണ്. കാല ബാദുൽ ഹുക്കമാ, ചില ഹുക്കമാക്കൾ പറഞ്ഞു, എന്താണ്? ബാറസൽ ഹാസിദു റബ്ബഹു മിൻ ഹംസത്തി അജ്ഹി, ഹാസിദ് അവൻ്റെ റബ്ബിനോട് 5 വജ്ഹിലൂടെ അവൻ എതിരായിട്ടുണ്ട്. ഏതൊക്കെയാണ്? അഹദ്, ഒന്നാമത്തേത് അന്നഹു അബ്ഗള കുല്ല നിഅമത്തിൻ ലഹറത്ത് അലാ ഗൈരിഹി, അവന് ദേഷ്യപ്പെട്ടു, അവനിലൂടെ അല്ലാതെ വെളിവാകുന്ന മുഴുവൻ അനുഗ്രഹത്തിനോടും അവനക്ക് ദേഷ്യമാണ് അല്ലേ? ഒന്നതല്ലേ. സാനിയ, രണ്ടാമത് അന്നഹു സാഖിത്തുൻ ലി ഖിസ്മത്തി റബ്ബി, അവൻ റബ്ബിൻ ഓഹരി ചെയ്തതിനോട് വെറുപ്പുള്ളവനാണ്, ദേഷ്യം വെച്ചവനാണ്. അള്ളാഹു മറ്റുള്ളവർക്ക് വിധിച്ചു കൊടുക്കുന്നതിനോട് അവൻ ദേഷ്യം വെച്ചതല്ലേ രണ്ടാമത്തത്. അപ്പോൾ കാനു യഖൂലു ലിമ ഖസംത ഹാദിൽ ഖിസ്മത്ത, എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഓഹരി ചെയ്തത്? അപ്പോൾ അള്ളാഹു ഓഹരി ചെയ്തതിനോട് ദേഷ്യം വെച്ചു, രണ്ടാമത്തെ കാര്യം. സാലിസ, മൂന്നാമത്തെ അന്നഹു ലാദ ഫീലല്ലാ, അള്ളാഹിൻ്റെ പ്രവൃത്തിയോട് അവൻ എതിരായി. കാരണം ഇന്ന ഫദ്ലല്ലാഹി യുഅ്തി മൻ യശാഉന്നല്ലേ, അള്ളാഹുവിൻ്റെ ഔദാര്യം അവൻ ഉദ്ദേശിച്ചവർക്ക് നൽകും. വഹുവ യഖ്ബുഖലു ബി ഫദ്ലില്ലാ, അവൻ അള്ളാഹിൻ്റെ ഔദാര്യത്തിനോട് അവൻ പിശുക്ക് കാണിക്കല്ലേ. റാബിയ, നാലാമത്തെ അന്നഹു ഖദല ഔലിയാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ സ്നേഹിതരെ അവൻ വഞ്ചിച്ചു. ഔ യുരീദു ഖിദ്ലാനം, അവൻ അവരെ ചതിക്കാൻ ഉദ്ദേശിച്ചു. വസമാലൻ നിഅമത്തന്നു, അവരെ തൊട്ട് നിയമത്ത് നീങ്ങിപ്പോകാൻ അവൻ ആഗ്രഹിക്കുകയാണല്ലോ. ഹാമിസു, അഞ്ചാമത്തെ അന്നഹു ആന അദുവഹു ഇബ്ലീസ്, അള്ളാഹിൻ്റെ ശത്രുവായ ഇബ്ലീസിനെ അവൻ സഹായിച്ചു. അങ്ങനത്തെ 5 കാര്യങ്ങളുണ്ട്. വഖീല, പറയപ്പെട്ടു അൽ ഹാസിദു ലാ യനാലു ഫിൽ മജാസി ഇല്ലാ നദാമ, ഹാസിദ് ഒരു മജ്ലിസിലും അവനക്ക് ദുഃഖമല്ലാതെ എത്തൂല. വലാ യനാലു ഇൻദൽ മലായികത്തി ഇല്ലാ ലാനത്തം വ ബഗ്ള, അവന് ആക്ഷേപമല്ലാതെ മലായിക്കത്തിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുകയില്ല. വലാ യനാലു ഫിൽ ഖൽവത്തില്ലാ ജസാം വ ഗമ്മ, അവന് ബുദ്ധിമുട്ടും പ്രയാസവുമല്ലാതെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവനക്ക് എത്തൂല. വലാ യനാലു ഫിൽ ആഖിറത്തി ഇല്ലാ ഹുസ്നം വ ഇഹ്തിറാഖ്, അവന് ദുഃഖമല്ലാതെ ആഖിറത്തിൽ എത്തൂല. വലാ യനാലു മിനല്ലാഹി ഇല്ലാ ബൂദൻ വ മഖത്ത്, അള്ളാഹുവിൽ നിന്ന് ദേഷ്യവും വിദൂരതയുമല്ലാതെ അവനക്ക് എത്തൂല. വറുബിയ, റിവായത്തിൽപ്പെട്ടു അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി പറഞ്ഞു, സലാസത്തുൻ ലാ യുസ്തജാബു ദുആഹും, 3 ആളുകൾക്ക് ഉത്തരം ലഭിക്കൂല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത 3 ആളുകൾ. ആക്കിലുൽ ഹറാമി, ഹറാമ് ഭക്ഷിക്കുന്ന ആൾ. വമുക്സിറുൽ ഗീബത്തി, ഈ ഗീബത്ത് അധികരിപ്പിക്കുന്ന ആൾ. വമൻ കാന ഫി ഖൽബി ഗില്ലൻ, ഗില്ലുള്ള ആൾ. ഔ ഹസദൻ, ഹസദോ അല്ലെ വിദ്വേഷമോ ഹൃദയത്തിലുള്ള ആൾ. ലിൽ മുസ്ലിം, മുസ്ലിമീങ്ങളോട് അസൂയയും ഗില്ലുമുള്ള ആളും എന്താവൂല, അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. വല്ലാഹു സുബ്ഹാനഹു വ തആല അലം, അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്. അപ്പോൾ ഇവിടെ ഇൻഷാ അല്ലാഹ് ഇവിടെ സൂറത്തുൽ ഖുർത്തുബിയിലെ തഫ്സീർ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.